ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സൂപ്പർ അല്ലേ? എൻ്റെ വീട് വയനാടാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വയനാട്ടിൽ നല്ല പുഴയും വ്യൂ പോയിന്റും മലയും നമ്മളെ നല്ല പാറകളും അങ്ങനത്തെ വൈബുകൾ ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സൂപ്പർ ചാൻസ് ഉണ്ട്. വേറൊന്നല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും റാൻഡം ആയിട്ട് ഒരു 10 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വയനാട്ടിൽ ഒരു സൂപ്പർ പരിപാടി, സൂപ്പർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പിഷാരടിയോട് ലാലേട്ടൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, തലവേദന ആസ്വദിക്കണമെങ്കിൽ മോനെ ആദ്യം നല്ലൊരു തല വേണം. അതേപോലെ സബ്സ്ക്രൈബേഴ്സ് മീറ്റ് നടത്തണമെങ്കിൽ ആദ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഫ്രണ്ട്സ്. ഞാനൊന്ന് ശരിക്കും നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് 90s കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന വെറൈറ്റി കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊക്കെ ഒരു സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ ഉദാഹരണം സ്റ്റംബർ ബോളും കൊണ്ടുള്ള ഫുട്ബോള്, പിന്നെന്താ ഈ ചക്കക്കുരു ഒക്കെ നടുക്ക് വെച്ചിട്ട് പൊതിഞ്ഞിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ബോൾ വെച്ചിട്ടുള്ള ഏറുപന്ത് കളി, പിന്നെ ഈ ഗ്രൗണ്ടിൽ പുല്ല് വെട്ടിയിട്ട് കല്ല് വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഓടിച്ച് നടക്കല്, ട്രാക്ക് ഉണ്ടാക്കല്, ഇങ്ങനത്തെ ഓരോ പരിപാടിയായിരുന്നേ. അപ്പൊ ഇത് ടിക്ക് കളി, ടിക്കിനകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ് ആയിട്ടുണ്ടായിരുന്ന പരിപാടി ടിക്ക് കളിയായിരുന്നു. അന്ന് ടിക്ക് കുറെ കയ്യിലുള്ളവൻ രാജാവാ. പിന്നെ ട്രം കാർഡ് ഇങ്ങനെ ചാപ്പാ പുള്ളി വെച്ചിട്ട് ട്രം കാർഡിനടി, ഇങ്ങനത്തെ ഓരോ വെറൈറ്റി. എന്തൊക്കെയാണ് ടിക്ക് കളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സ്കിൽഡ് ആയിരിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ടിക്ക് ഡെയിലി ലോസാ, ഫുൾ ടോട്ടൽ ലോസ് ആയിട്ടാണ് ഞാൻ വീട്ടിൽ പോകാറ്. ഒരു ദിവസം ഞാൻ വളരെ ഷോക്കായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് നാളെ എങ്ങനെയെങ്കിലും കുറെ ടിക്കുള്ള ആളാവണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിൽ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന വഴിക്ക് കവലയിലുള്ള കുമ്മട്ടിക്കടന്റെ ബേക്കിൽ പോയിട്ട് സകലമാന സിഗരറ്റും പാക്കറ്റും വാരി ബാഗിനകത്ത് ഇട്ടു. ഈ സിഗരറ്റും പാക്കറ്റ് വെച്ചിട്ടാണല്ലോ ടിക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ടിക്ക് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ കുറെ സിഗരറ്റും പാക്കറ്റ് വാരിയിട്ടു, കുറെ സോഡ കുപ്പിന്റെ അടപ്പ്, എന്തിനാ മറ്റേ നൂല് കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ആർക്കെങ്കിലും അറിയാമെന്നറിയില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് നേരെ സ്കൂളിൽ പോയി. രാവിലെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം വളരെ നാച്ചുറൽ ആയിട്ട് ടീച്ചർ ഇന്ന് എല്ലാവരുടെയും ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്തോന്ന്. എന്നിട്ട് അന്ന് ക്ലാസ് ലീഡർ ഞാനാ ഏത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, അതി വാ നമ്മുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എന്റെ ചെക്ക് ചെയ്യാൻ വളരെ സാധ്യത കുറവാ, കാരണം ഞാൻ അന്ന് കുറച്ചൊക്കെ നല്ല പേരുള്ള ഒരു കുട്ടിയായിരുന്നു. ഇത് തപ്പി തപ്പി വന്ന് ഒരു ബാഗിന്റെ കള്ളു തുറക്കുമ്പോൾ കാണുന്ന എന്താ, സകലമാന അൽക്കുലത്തെ സാധനങ്ങള്. അപ്പൊ ഇത്ര ടീച്ചർ ചോദിച്ചു, ഇതാരുടെയാടാ ഈ ബാഗ് എന്ന്. ഞാൻ നിൽക്കുമല്ലേ, എന്റെ വേഗല്ലേ, എന്റെ വേഗ. ടീച്ചർ തന്നെ ഞെട്ടിപ്പോയി, ഇവന്റെ വേഗ, ഈ തപ്പാൻ വിളിച്ചവന്റെ വേഗ. അപ്പോഴത്തേക്കും തന്നെ പുള്ളിക്കാർക്ക് ഫുള്ള് സാധനങ്ങളും വരാതെ കൊണ്ട് കുടഞ്ഞിട്ടിട്ട് പാറാവിന് നിർത്തുന്ന പോലെ എന്നെ ഇങ്ങനെ നിർത്തി. ഇന്റർവെല്ലിന് പോകുന്നതിനും വരുന്നവനൊക്കെ ഇത് കാണുക, ഞാൻ ഇങ്ങനെ നിൽക്കുക കുറെ എന്തൊക്കെയോ സാധനങ്ങളുടെ ചോട്ടില്. അപ്പൊ വീട്ടിൽ സംഭവം അറിഞ്ഞു കേട്ടോ. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് ബാഗിൽ ഇനിയും കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, സിഗരറ്റിനാരൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ഈ സാധനം മുഴുവൻ കുടഞ്ഞിട്ടപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് കിട്ടി. ഞാൻ ഈ സിഗരറ്റ് പാക്കറ്റും കൂടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ മടിയുള്ള അങ്ങനെ എഴുതാത്ത വരുന്നവർക്ക് നമ്മൾ എഴുതി കൊടുക്കും. എന്നിട്ട് നമ്മൾ ബാർട്ടർ സിസ്റ്റം പോലെ ഒരു ഹോംവർക്ക് ചെയ്യുന്നതിന് 50 ടിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. 50 ടിക്ക് അവൻ ഉണ്ടാക്കി തരുമല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ ബാഗിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടായത്. അപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു പാക്കറ്റ് സിഗരറ്റ് കിട്ടി. സിഗരറ്റ് കിട്ടിയപ്പോ അപ്പനറിയാൻ ഞാൻ വലിക്കൂലാന്ന്. അപ്പനപ്പൊ തന്നെ ചെറുത് വലിക്കുന്ന ആളാണ്ട് നേരെ ഞാൻ ഈ സിഗരറ്റ് പാക്കറ്റ് അപ്പന് കോഴ കൊടുത്ത് അപ്പന് ഒതുക്കി. പിന്നെയാണ് സ്കൂളിൽ ചെല്ലുമ്പം ടിക്കുകളി അതോടുകൂടെ ഏറെക്കുറെ നിരോധിച്ചു കേട്ടോ. ഞാൻ കാരണം തന്നെ സ്കൂളിൽ ഫുൾ ടിക്കുകളി നിരോധിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെറൈറ്റി പരിപാടിയാണ് ഒളിച്ചുകളി. ഒളിച്ചുകളി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തൽ നമ്മൾ പറഞ്ഞു, ഒരുത്തനെ ഒറ്റയ്ക്ക് സ്കൂളിലാക്കും. അവ സ്കൂളിൽ ഒറ്റയ്ക്ക് തപ്പി നടക്കണം നമ്മളെ. ബാക്കിയുള്ളവർ ഏതെങ്കിലും കണ്ടം വഴി പോയി ഒളിച്ചോളുക. സാറ്റുവെക്കറ പരിപാടിയൊന്നുമില്ല, എവിടുന്നേലും ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി, കണ്ടാൽ തന്നെ ഔട്ടാ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒളിക്കാൻ പോകുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വീട്ടിലേക്ക് പോകും. ഉച്ചയ്ക്ക് ഇന്റർവെല്ലിന് വീട്ടിൽ പോയി ഒളിക്കും. അപ്പൊ ഇവ എങ്ങനെ മറ്റേ ഒറ്റപ്പെട്ട് നടക്കുന്നവൻ സ്കൂൾ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കും, എവിടുന്നേലും കണ്ടുപിടിക്കാം. നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് ഇന്റർവെൽ ചെയ്യുമ്പോൾ നൈസായിട്ട് തിരിച്ച് സ്കൂളിലേക്ക് വരും. അപ്പൊ ഇവനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം ഇവനെ തന്നെ മനസ്സിലായി, നിങ്ങൾ അങ്ങ് ദൂരെ എവിടെയോ പോകുന്നു, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം നമ്മൾ നിയമം ഭേദഗതി ചെയ്തു. അങ്ങനെ വീട്ടിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലൊക്കെ വിളിക്കാവുള്ളൂ എന്നുള്ള സെറ്റപ്പ് ആക്കി. അങ്ങനെ ഞങ്ങൾ സ്കൂളിന്റെ അടുത്തുള്ള പരിസരത്തുള്ള പറമ്പുകളിലൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ സ്കൂളിന്റെ അടുത്തുള്ള ഒരു പറമ്പിൽ പോയി ഒളിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. പക്ഷെ അപ്പൊ ഈ പറമ്പിലൊക്കെ തപ്പൽ ഓൾറെഡി തുടങ്ങി. ഇപ്പം ഈ ഒറ്റപ്പെട്ട് നടക്കുന്നവൻ. ഞങ്ങൾ എന്ത് ചെയ്തു, വളരെ സേഫ് ഉള്ള സ്പോട്ട് കിട്ടി എനിക്കും അവനും. ആ വീടിന്റെ ബേക്കിൽ ഒരു ബാത്റൂം ഉണ്ട്. ഞാനും അവനോട് നൈസായിട്ട് ഈ ബാത്റൂമിന്റെ അകത്ത് മെല്ലെ കയറി ചത്ത പോലെ ഇരുന്നു. അതാകുമ്പോൾ സ്കൂളിൽ നിന്ന് ബെല്ലടിക്കുന്ന ഒച്ചയും കേൾക്കാം, ബെല്ലടിച്ച് കഴിയുമ്പോൾ നേരെ കയറി പോയാൽ മതി. പക്ഷെ എന്താ, പെട്ടെന്ന് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു വല്യമ്മേന്റെ കരച്ചില്, നിലവിളി. അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ, നാട്ടുകാരെ ഓടി പോയതുകൊണ്ട് വൻ നിലവിളി. അപ്പൊ ഞാനിവന് ഇതെന്താ സംഭവം, എന്റെ വീട്ടിൽ വല്യമ്മയുണ്ട്. അപ്പൊ ഞാനും വല്യമ്മയും ഇടയ്ക്ക് സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പം വല്യമ്മ പൊതുവേ ഈ നമ്പർ ഇറക്കാറ്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വല്യമ്മമാരുടെ യൂണിവേഴ്സൽ നമ്പർ ആയിരിക്കും എന്നുള്ള മൈൻഡാണ് നമ്മളിരിക്കുന്നത്. പെട്ടെന്ന് നിലവിളി നിന്നു കേട്ടോ. നിലവിളി കുറച്ചു നേരം കൊണ്ട് നിന്നു. അപ്പത്തേക്ക് ഇവൻ പറഞ്ഞ്, എടാ എന്തോ പഴം തിരികെന്ന് തോന്നുന്നു. ആ പഴം തിരികെതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് തിരിച്ചു പോയി. വൈകുന്നേരം സ്കൂള് വിട്ടപ്പോണ് കാര്യം മനസ്സിലായ. എന്താ, സ്കൂളിൽ പോലീസ് വണ്ടി, നാട്ടുകാരും, അമ്മായിമ്മയുടെ അതിതീവ്രമായ ശല്യം സഹിച്ചു വയ്യാതെ തന്റെ മകൾക്ക് വേണ്ടി അപ്പൻ ഒരു തൂമ്പാക്കായും കൊണ്ട് വന്നിട്ട് നേരെ ആ പുള്ളിക്കാരത്തിനെ തല്ലിക്കൊന്ന രംഗത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളി സംഭവം നേരെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കുറ്റസമ്മതം നടത്തി കുളിയൊക്കെ കഴിഞ്ഞ് സ്പ്രേ ഒക്കെ അടിച്ച് ഇനി ശിഷ്ടകാലം ജയിലിൽ വൈബ് പിടിക്കാന്നുള്ള മൂടി പുള്ളി ഓൾറെഡി അങ്ങനെ സെറ്റായതുകൊണ്ട് സംഭവം കേസൊക്കെ ചടപടയെന്ന് പറഞ്ഞ് തെളിഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവ് എന്തൊക്കെയോ ഇതോ. കാരണം അങ്ങനെ ഒരാൾ തല്ലിക്കൊന്നതിൻ്റെ കൂടെ നിന്നു കൊണ്ട് ആ വിഷ്വൽ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ വൺ ഡാർക്ക്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അപ്പനോടും അമ്മനോടും പറഞ്ഞു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ അവിടെ ഒളിക്കാൻ പോയടത്ത് ഇങ്ങനെ ഒച്ച കേട്ട് ഇന്ന് അവിടെ നടന്നിടത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ തന്നെ അപ്പനും അമ്മയും പറഞ്ഞു വേണ്ട വേണ്ട വീട്ടെന്താ ആരോടും പറയണ്ട, ചത്തപോലെ ഇരുന്നു, നമ്മളിത് കണ്ടിട്ടേ ഇല്ലാന്ന്. പിന്നെ അതിന്റെ ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി ആ കേസ് തെളിയുകയും ചെയ്തല്ലോ. അപ്പം അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു സാധനം കേട്ടോ. അപ്പൊ ഇതുപോലെ കുറെ പരിപാടി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ പ്രായം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായി കുറച്ച് പരിപാടികളിൽ ഏർപ്പെടാൻ തുടങ്ങി. അതിന്റെ കഥകൾ പുറകെ വരുന്നുണ്ട്. ആ കഥകളാണ് ഇതിനകത്ത് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഡാർക്ക് സ്റ്റോറീസ്. അത് പുറകെ വരും. പിന്നെ എൻ്റെ ഈ ചാനലിൽ കാണുന്ന ആർക്കെങ്കിലും അതിൽ ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ എഴുതി വെച്ചോ. ലോകത്താരും പറഞ്ഞു തരാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരും പറഞ്ഞു തരാത്ത അത്രയും നല്ല മികച്ച ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരും. കാരണം എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പം സൂപ്പർ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റുന്ന അത് തുടങ്ങുന്നവൻ അത് വെച്ച് ഭരിച്ചിരിക്കും. അത്രയും നല്ല സൂപ്പറായിട്ട് അനിമേഷനും ഈ 3D അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് പറ്റിയ സൂപ്പർ ഐഡിയ ഉണ്ട്. പക്ഷെ അതിന് കുറച്ച് പ്ലാൻ ചെയ്ത് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞു തരുമ്പോൾ കുറച്ച് വൃത്തിക്ക് പറഞ്ഞു തരണമല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ പ്ലാൻ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.